നമ്മുടെ മറ്റേ ഹിജാബിന്റെ വിഷയമായിട്ട് പറഞ്ഞ ആ പയ്യനല്ലേ വന്നിരിക്കുന്നത്. ഇവനെന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു വിഭാഗമാണല്ലോ കുട്ടികൾ. അപ്പോൾ കുട്ടികളുമായിട്ട് ഏറ്റവും ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് ടീച്ചേഴ്സിനാണ്, എസ്പെഷ്യലി മദ്രസ അധ്യാപകർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ മദ്രസ അധ്യാപകരെ മൊത്തം ഈ ടെസ്റ്റ് ഒന്ന് വിധേയമാക്കിയിട്ട് കുട്ടികളോട് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇസ്ലാമിന് ഒരു മാതൃകയാകുകയും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം ഇസ്ലാമിൽ ഇങ്ങനെ മദ്രസ അധ്യാപകരെ മൊത്തം ടെസ്റ്റിന് വിധേയമാക്കി അതിൽ സെക്ഷലി കുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റും ഒരു പഠന റിപ്പോർട്ടും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമൂഹത്തിന് ഇസ്ലാം എന്നുള്ള മതത്തിന് നല്ലൊരു മാതൃക നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുവഴി ഇസ്ലാം മാതൃകയാകട്ടെ, ചെയ്യാം. അത് ശരി മോനെ, കൊള്ളാലോ. ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ഈ ചെങ്ങാതി പറയുന്ന വാക്കുകൾക്ക് വല്ല അന്തവുമുണ്ടോ? പൂജാരികളുടെ അടുത്തോട്ട് വരുന്നത് പുലികളും പൂച്ചകളും ഒക്കെയാണോ? മനുഷ്യക്കുഞ്ഞുങ്ങളല്ലേ? പള്ളിയിൽ അച്ഛന്മാർ പാസ്റ്റർമാരുടെ അടുത്തേക്കൊക്കെ വരുന്നത് പറവകളും പക്ഷികളും ആണോ? മനുഷ്യക്കുഞ്ഞുങ്ങളല്ലേ? എന്തൊക്കെയാണ് ഈ സമുദായത്തിന് മുമ്പിൽ വർഗീയത വിളമ്പുന്നത്? മദ്രസയിൽ അധ്യാപകരെ മാത്രം പ്രത്യേകമായിട്ടൊരു കണ്ണുകൊണ്ട് കാണുന്ന ഇവരെ പോലെയുള്ളവർ സ്വന്തം കണ്ണുകൊണ്ട് അടച്ചിരുട്ടാക്കാൻ നോക്കിയാലും ഈ ലോകം ഇരുട്ടല്ല എന്നുള്ള സത്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം, പെൺകുട്ടിക്ക് നിരന്തര പീഡനം. കൊല്ലം ചിതറയിൽ ക്ഷേത്ര പൂജാരി അറസ്റ്റിൽ. പൂജയ്ക്കെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ബാലരാമപുരത്ത് പൂജാരി അറസ്റ്റിൽ. മന്ത്രവാദത്തിനിടെ 16-കാരിയെ പീഡിപ്പിച്ച കേസ്, പൂജാരി അറസ്റ്റിൽ. രോഗശാന്തി ശുശ്രൂഷയുടെ മറവിൽ ബലാത്സംഗം, പാസ്റ്റർ അറസ്റ്റിൽ. പെൺകുട്ടിയെ 15 വയസ്സ് മുതൽ 5 വർഷം വരെ പീഡിപ്പിച്ചു. എന്തൊരു മഹാപാപമല്ല ഇവരൊക്കെ കാണിക്കുന്നത്. പോക്സോ കേസിൽ പാസ്റ്റർ അറസ്റ്റിൽ. ഇതൊക്കെ ഒരു മതത്തിനെ നമ്മൾക്ക് തരം താഴ്ത്താനുള്ള മാനദണ്ഡമല്ല. ഇതൊക്കെ ചില ആളുകളുടെ മനോവൈകല്യമാണ്, മൃഗതുല്യമായ ചില ആളുകളുടെ സ്വഭാവ രീതിയാണ്. അത് അവരിലേക്ക് കൊണ്ടുവെക്കണം. ഇവരൊക്കെ നേരം വെളുക്കുമ്പോൾ ഇത്തരം വാക്കുകളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി ഇരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ മതസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടി. വേറൊരു ഗുണവും ഇവരെ കൊണ്ടൊന്നും സമൂഹത്തിന് മുമ്പിലില്ല. ഇവിടെ ഈ പത്തനംതിട്ടയിൽ നടന്നൊരു കേസ് നിങ്ങൾ കേട്ടു നോക്കി. 8 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന കേസിൽ അറസ്റ്റ് ചെയ്ത ഉസ്താദിനെ കോടതി കുറ്റവിമുക്തനാക്കുകയാണ്. പത്തനംതിട്ട പോക്സോ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. മുറിഞ്ഞകൽ മുസ്ലിം പള്ളിയിലെ ഉസ്താദായ കലഞ്ഞൂർ ഇടത്തറ സക്കീനത്തു മൻസിലിൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന 40 വയസ്സുള്ള ഒരു ഉസ്താദിനെയാണ് കുറ്റവിമുക്തനാക്കിയത്. എന്തോ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പല വിധത്തിലുള്ള തന്ത്രവും ഉപയോഗിച്ചിട്ട് ഉസ്താദിനെ പുറത്താക്കാൻ പറ്റുന്നില്ല. അവസാനം തൻ്റെ മകനെ പൊതുരംഗത്തോട്ട് കൊണ്ടുവരികയാണ്. ഇന്ന ഉസ്താദ് പീഡിപ്പിച്ചു എന്ന് പരസ്യമായി പറയുകയാണ്. ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉസ്താദ് 120 ദിവസത്തോളം ജയിലിൻ്റെ അകത്ത് വിട്ടത്. ഇങ്ങനെ നിരവധി അനവധി കേസുകളില്ലേ? സാധുക്കളായ ഒരുപാട് ആളുകൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പഠിക്കാത്തതിൻ്റെ പേരിൽ തുറിച്ചൊരു നോട്ടം നോക്കിയാൽ അതുപോലും പോക്സോ കേസിൽ പെടുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മോനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ മാതൃകയൊന്നും ഇത്തരം കാര്യങ്ങളെ കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് കാണിക്കേണ്ട ഗതികേടൊന്നും പ്രത്യേകിച്ച് ഇസ്ലാമിനില്ല. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം.